നമസ്കാരം. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ല കുറച്ച് ആഴ്ചകളായി കേൾക്കുന്ന സജീവമായി ചില ഇടങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു പേരാണ് അല്ലെങ്കിൽ ഒരു പദമാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത്. ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്താണ് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചങ്ങായിന്റെ പേരുള്ള കേസ് ഉണ്ട്. ആ കേസ് സംബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പുറത്തു വന്നിട്ടുള്ള ആ ഫയൽ രേഖകളെയാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവല്ലോ. വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇനി ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു അതിസമ്പന്നനായ ഒരു ഫിനാൻസറാണ് അമേരിക്കയിലെ. ഒരു ദ്വീപ് തന്നെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതായത് ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന് പറയുന്ന ഒരു ദ്വീപ്, അത് അയാളുടെ സ്വന്തമായിരുന്നു ഒരു കാലത്ത്. എന്താ അവിടെ ചെയ്ത പണി എന്നറിയാം അയാള് ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് പെൺകുട്ടികളെ, പെണ്ണുങ്ങളെ, സ്ത്രീകളെ അങ്ങോട്ട് കൊണ്ടുവരും. അത് പ്രശസ്തരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും, അന്തം വിട്ടവരുണ്ടാവും, ഗതികെട്ടവരുണ്ടാവും, തെറ്റിദ്ധരിക്കപ്പെട്ടവരുണ്ടാവും, അങ്ങനെ എല്ലാ വിധത്തിലുള്ളവരുണ്ടാവും. അവരെയൊക്കെ അങ്ങോട്ട് പല പേരും പറഞ്ഞ് പല വിധത്തിൽ കടത്തിക്കൊണ്ടുവന്ന് ഈ ദ്വീപിൽ അങ്ങോട്ട് പാർപ്പിക്കുക. വേറെ ആരും അങ്ങോട്ട് കയറൂലല്ലോ. സ്വന്തം ദ്വീപ്, സ്വന്തം വീട്ടിൽ ആരെങ്കിലും കയറും. പിന്നെ ദ്വീപ് ആയതുകൊണ്ട് തന്നെ മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ലതാനും. അങ്ങനെ അവിടെ പാർപ്പിച്ച ശേഷം പ്രമുഖർക്ക് കാഴ്ചവെക്കുക. ആരെ പ്രമുഖര്? അതിൽ രാജാക്കന്മാരുണ്ട്, രാജകുമാരന്മാരുണ്ട്, പ്രസിഡന്റുമാരുണ്ട്, പഴയ പ്രസിഡന്റുമാരുണ്ട്, പ്രധാനമന്ത്രിമാരുണ്ട്. അങ്ങനെ ചില്ലറക്കാരൊന്നുമല്ല. ശതകോടീശ്വരന്മാര്, കോടീശ്വരന്മാര്, വലിയ വലിയ ബിസിനസ് പ്രമുഖരുണ്ട്. അതായത് നമ്മൾ ഈ വെള്ളപ്പൂച്ച് വെച്ചേക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത്തരത്തിലുള്ള വലിയൊരു ഭാഗം ആൾക്കാർ, ഏതാണ്ട് 150-ലധികം വരുന്ന പ്രമുഖരുടെ പേര് ആ ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്, ആ ഫയലിലുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ സംഗതി എവിടെയാണ് അതിന്റെ കഥ, എത്രത്തോളം വലുതാണ് എന്നുള്ളത്. ഇനി അതിൽ പേര് പറയുകയാണെങ്കിൽ പ്രിൻസ് ആൻഡ്രൂസ്, ബിൽ ക്ലിന്റൺ, അങ്ങനെ തുടങ്ങി ഒരു നിര, വലിയൊരു നിര. നമ്മളെ അണ്ണൻ പോലും അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അണ്ണനെതിരെ വലിയ പ്രക്ഷോഭമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തിനാണ് ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലിന്റെ കാര്യം ഇവിടെ ഇന്ത്യയിൽ പറയുന്നത്? അമേരിക്ക പറഞ്ഞ പോലെ പോരാ. അമേരിക്കയിൽ ഒരു ജെഫ്രി എപ്സ്റ്റീനും കുറെ ആൾക്കാരും അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അതുപോലെ മറ്റുള്ളവരും ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഇന്ത്യയിൽ ഒരുപാട് ജെഫ്രി എപ്സ്റ്റീന്മാരുണ്ട്. ഒരാളല്ല, ഒത്തിരി പേർ. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്. അധികാരവും പവറും ഉള്ളത് കൊണ്ട് പലതും ഇല്ലാതാക്കിയിട്ടുണ്ട്, പലരെയും ജീവൻ അപഹരിച്ചിട്ടുണ്ട്, പലതും തെളിവ് നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട ധാരാളം പേരുണ്ട്. അതൊക്കെ ഒന്ന് പറയണ്ടേ. അപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഒരു കുൽസിത പ്രവർത്തകൻ മാത്രമല്ല, ഇന്ത്യയിൽ അതുപോലെ ഒരുപാട് ജെഫ്രി എപ്സ്റ്റീന്മാരുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരുന്നത്. ഒരു കേസ് നമുക്ക് നോക്കാം. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയും MP-യുമായിരുന്ന പ്രജ്വൽ രേവണ്ണ ഒരുപാട് സ്ത്രീകളെ, ആയിരക്കണക്കിന് എന്നാണ് പറയുന്നത്, അത്രയൊന്നും നടക്കില്ല, അത് കുറച്ച് അതിശയോക്തിയായിരിക്കും, എന്നാലും ഒരുപാട് അനേകം സ്ത്രീകളെ പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തു എന്നത് ഈ അടുത്ത കാലത്ത് വന്നൊരു കേസല്ലേ. അതായത് അധികാരവും സ്വാധീനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സാധാരണക്കാരെയും കീഴ്പ്പെടുത്തി തന്റെ സ്വന്തം ഇംഗിതത്തിന് വേണ്ടി എങ്ങനെയും ഉപയോഗിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ, അല്ലെങ്കിൽ അനേകം തെളിവുകളിൽ ഒരു തെളിവല്ലേ ഇത്. ഒരു ജെഫ്രി എപ്സ്റ്റീനെ പോലെ അല്ലേ ഇത് കാര്യങ്ങൾ. പ്രജ്വൽ രേവണ്ണയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അദ്ദേഹത്തിന് 2025 ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അതിന്റെ കേസിന്റെ സ്ഥിതികൾ നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. സ്വാധീനം അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും മറ്റുള്ളവർക്കും ഉണ്ട്. അതുകൊണ്ട് ഏതറ്റം വരെ എങ്ങനെ പോകുമെന്ന് അറിയാൻ വയ്യ. പക്ഷെ എത്രയൊക്കെ സ്വാധീനമുണ്ടെങ്കിലും എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംവിധാനം ഉള്ളത് കൊണ്ട് ഈ പ്രജ്വൽ രേവണ്ണയെ ജയിലിനകത്താക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇവിടെ സാധിച്ചു എന്നതാണ്. അതങ്ങ് ഡൽഹിയിലല്ലേ. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലുണ്ടായിരുന്നല്ലോ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അല്ലെ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എഴുതിയിട്ടുള്ള അതിന്റെ ഉള്ളിലുള്ള പ്രതികളുടെയോ ഇരകളുടെയോ യാതൊരു വിവരങ്ങളും പുറത്തു വന്നില്ല. അതായത് പ്രതികളെന്ന് പറയുന്നത് അതിപ്രശസ്തരും പ്രഗത്ഭരും സ്വാധീനമുള്ളവരും കാശുള്ളവനും ബാക്കിയുള്ളവനുള്ളവരും ചിലർക്കൊക്കെ അധികാരമുള്ളവരും ഒക്കെ ആയതുകൊണ്ടും, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരുമായി ലിങ്ക് ഉള്ളത് കൊണ്ടും അത്തരം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ അതിന്റെ പേരിൽ വേറെ ആരൊക്കെയോ ചിലർ മുതലെടുത്തിട്ട് അവർ വന്ന് അവരെന്നെ പീഡിപ്പിച്ചു, പണ്ടെന്നെ പീഡിപ്പിച്ചു, അങ്ങനെ പീഡിപ്പിച്ചു, ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ചിലരൊക്കെ വന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവർ ചിലരും പിന്നീട് പീഡന കേസിലകത്തായി, പോക്സോ കേസിലകത്തായി, അങ്ങനെയൊക്കെയുള്ള കേസുകൾ വന്നു എന്നല്ലാതെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു എന്ന് ആരെങ്കിലും ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടോ? എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? അത് എന്താണ് ഉണ്ടായത്? ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട്. അതിലെ ഇരകൾക്ക്, അതില് അവകാശപ്പെട്ട കുറെ ആൾക്കാരുണ്ടല്ലോ, തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്തിട്ടുള്ള കുറച്ചു പേരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ നിയമ അധികാര സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അതേ ഹേമ കമ്മിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് മറ്റു പലരും പലതും ഇവിടെ കാണിച്ചു കൂട്ടി. എന്താ മനസ്സിലാക്കേണ്ടത്?
അധികാരവും പണവും പവറും സ്വാധീനമുള്ളവർക്ക് എന്തും ഇവിടെ നടക്കും എന്ന് തന്നെയല്ലേ. സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പവറുള്ള ഒരു ഗ്രൂപ്പ്, അതായത് അവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവർക്ക് വഴങ്ങാത്തവരെ സിനിമയിൽ നിന്ന് വെട്ടി പുറത്തേക്ക് വിടും. അതായത് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെയൊക്കെ നിന്നു കൊടുക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. ചൂഷണം എന്ന് പറയുന്നത് ഈ ജെഫ്രി എപ്സ്റ്റീന്റെ കഥ പോലെ തന്നെയല്ലേ അവിടെ. ഒരുപാട് എപ്സ്റ്റീൻമാരില്ലേ അവിടെ. ആ എപ്സ്റ്റീന്റെ ഫയൽ തന്നെയല്ലേ ഇവിടെയും പുറത്തുവിട്ടത്, ഹേമ കമ്മിറ്റി എന്ന പേരിൽ. അവിടെ അമേരിക്കയിൽ എപ്സ്റ്റീൻ ഫയൽസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹേമ കമ്മിറ്റി പുറത്തു വന്നു, റിപ്പോർട്ട് പുറത്തു വന്നു. എന്നിട്ടെന്തായി? ഇനി നമുക്ക് വീണ്ടും അങ്ങ് വടക്കേന്ത്യയിലേക്ക് കൂടെ ഒന്ന് പോയി നോക്കാം. മതപരമായിട്ട് നേരത്തെ രാഷ്ട്രീയമായിരുന്നു, ഇപ്പൊ സിനിമയായിരുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് മതത്തിൽ നോക്കാം. ആശാറും ബാപ്പുണ്ട്, ഒരു റാം റഹീം ഉണ്ട്. എന്താ കേസുകൾ നിങ്ങൾ മറന്നുപോയോ? ആത്മീയ ഗുരുക്കന്മാർ എന്നറിയപ്പെടുന്ന പലരും ഇവിടെ സ്വകാര്യ തടവറകൾ ഒരുക്കുകയാണ്. അതിന്റെ ഉള്ളിൽ എന്ത് വേണം, എങ്ങനെ വേണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വരുന്ന സാധാരണക്കാരായ സ്ത്രീ പെൺകുട്ടികൾ, അവർ ആശാറാം ബാപ്പുവിന്റെയും റാം റഹീമിന്റെയും ഒക്കെ മുന്നിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, എന്തെങ്കിലുമൊക്കെ കിട്ടും, വല്ല അനുഗ്രഹങ്ങളൊക്കെ കിട്ടും, തങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്നൊക്കെ കരുതി വരുന്നതാണ്. അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ ആശ്രമത്തിൽ കൂട്ടുക, അവിടെ തന്നെ നിർത്തുക. എന്നിട്ട് ആ ഒരു സ്വകാര്യ ലോകം, ആ ലോകത്തേക്ക് വേറെ ആരും കടത്തൂല. പിന്നെ അവിടെ അഴിഞ്ഞാട്ടമാണ്, അവിടെ പീഡനമാണ്, കൊടിയ പീഡനമാണ്. വന്ധ്യീകരണം പോലും നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്, ഗർഭിണിയാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്രത്തോളം ഭീകരമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചിരുന്നു എന്നാണ് തുടർന്നുള്ള അന്വേഷണത്തെ പുറത്തു വന്നത്. എന്നിട്ട് എന്തായി ആ കേസ്? ഇപ്പൊ എന്തായി? വിശ്വാസത്തെയും പണത്തെയും ആയുധമാക്കിയിട്ട് സ്വന്തമായ ഒരു സമാന്തര സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നവർ, അവരുടെ കേസുകൾ പലയിടത്തും കൊണ്ട് പല പേരുകളും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അത്തരം പേരുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇനി വേറൊരു പേരുണ്ട്, കുൽദീപ് സിംഗ് സെങ്കാർ. അറിയാലോ, ഉന്നാവോ കേസ് മറന്നിട്ടുണ്ടോ? ഭരണകൂടവും അവിടുത്തെ സിസ്റ്റവും കൂടെ ചേർന്നിട്ട് കുറ്റവാളിയെ സംരക്ഷിക്കുന്ന ഒരു ദുരന്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എപ്സ്റ്റീൻ കേസിൽ എങ്ങനെയാണോ പവർഫുൾ ആയിട്ടുള്ള അവിടുത്തെ നേരത്തെ പറഞ്ഞ തമ്പുരാക്കന്മാർ രക്ഷപ്പെട്ടത്, അതുപോലെ സമാനമായ കേസിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉന്നാവോ കേസിലെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമം നടന്നതും രക്ഷപ്പെടുന്നതുമല്ല. നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് വൈപ്പ്. എന്നാൽ ഇവിടെ പോലീസ് കസ്റ്റഡിയിൽ ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ കൊല്ലപ്പെട്ട വാർത്ത വളരെ ഞെട്ടലോടെയാണ് കണ്ടത്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ ലോറി ഇടിപ്പിച്ച് കൊല്ലാനുള്ള ഒരു ശ്രമം നടന്നു. അങ്ങനെ ഒരു ശ്രമം നടന്നു. അതായത് തെളിവുകൾ, അങ്ങനെ ഒരു സംഭവമേല. ഏതൊരു സിനിമയുടെ ഡയലോഗ് പറയുമല്ലോ, നമ്മൾ ചെയ്ത കാര്യത്തിന് അതാരും കണ്ടിട്ടില്ല, ഒരു തെളിവില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നത് പോലെ സിദ്ദീഖാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ഡയലോഗ് പറയുന്നത്. ഏതാണ്ട് അത് സമാനമായ ഒരു കാര്യമാണ് ഉന്നാവോയിൽ നടന്നിട്ടുള്ളത്. അതായത് നീതി നടപ്പിലാക്കേണ്ടവർ തന്നെ കുറ്റവാളിക്കൊപ്പം നിന്നുകൊണ്ട് ഇരയെ പൂട്ടി ഒന്നുമല്ലാതെ ചണ്ടിയാക്കി മാന്തി കുഴിച്ചിടുന്ന ഒരവസ്ഥ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ജെഫ്രി എപ്സ്റ്റീന്റെ കഥ പോലെ തന്നെയല്ലേ? അല്ലെ? അതിലുള്ള ആ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള കുറെ അധികാരമുള്ളവരുണ്ടല്ലോ, അവരൊക്കെ രക്ഷപ്പെട്ടവർ പോലെ അല്ലേ ഇതും രക്ഷപ്പെട്ടു പോണത്? തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. അങ്ങനെ മറഞ്ഞു പോയതിലൊന്ന് സന്തോഷ് ഖാലി, പശ്ചിമ ബംഗാളിലെ പ്രാദേശിക ഗുണ്ടാ വാഴ്ച. ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു ഗുണ്ട, അവരെല്ലാവരും കൂടി ആ ഗ്രാമത്തിലെ സ്ത്രീകളെ അവരുടെ അടുക്കലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അത് ക്രൂരമായി പീഡിപ്പിക്കുക. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില മേഖലകളെങ്കിലും അവിടെ ഭരിക്കുന്നത് എന്തോരം സർപഞ്ചോ അങ്ങനെ എന്തൊക്കെയോ പഞ്ചോ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇവിടുത്തെ പോലെ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, പിന്നെ അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെയൊന്നും ചിലയിടത്തൊന്നും ഇല്ല. നിയമങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവിടുത്തെ ചില സർപഞ്ചുമാരും മറ്റു പലരും ഒക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ചില മേഖലകളെങ്കിലും നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഗുണ്ടകളാണ്. ആ ഗുണ്ടകളെ ഈ അധികാര സ്ഥാപനങ്ങൾക്ക് ആവശ്യമുണ്ട് താനും. കാരണം അവർ പറയുന്നത് പോലെ ബാക്കിയുള്ളവർ ചെയ്യും. ഈ പറയുന്ന മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്തോളണം, അവർക്ക് വോട്ട് ചെയ്തോളണം, ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെന്ത് ചെയ്യും? അവർ ചെന്ന് ഈ പറഞ്ഞ ആൾക്കാർ വോട്ട് കൊടുക്കും. ഈ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ ജനങ്ങളെ മുഴുവൻ കാണേണ്ട ആവശ്യമില്ല, അവരുടെ സൗകര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, അവരിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഈ ഗുണ്ടാ നേതാവിനെ ഒന്ന് കണ്ടാൽ മതി. നേരത്തെ പറഞ്ഞ ഷെയ്ഖ് ഷാജഹാനെ പോലുള്ള ഒരുത്തനെ കണ്ടാൽ മതി. കണ്ടിട്ട് അവനോട് പറയാ, ഇവിടുത്തെ വോട്ട് മുഴുവൻ എനിക്ക് തരാണെങ്കിൽ നിനക്ക് ഞാൻ ഇന്നത് തരാം, നിന്റെ ഇന്ന കേസുകൾ നമ്മൾ ഒഴിവാക്കി തരാം. അങ്ങ് ചെയ്തു കൊടുക്കുകയാണ്. ആശാന്റെ പണി എന്താണ്? രാത്രി ആവുമ്പോൾ ആ ഗ്രാമത്തിൽ ഇറങ്ങി ചെന്നിട്ട് കുറെ സ്ത്രീകളോട് നിങ്ങളോട് നേരെ ഇങ്ങോട്ട് വരാൻ പറയും. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഴിഞ്ഞാട്ടമാണ്. അല്ലെ? ജെഫ്രി എപ്സ്റ്റീൻ ഇവിടെ ഇല്ലേ? ഈ അധികാരമുള്ളവരുടെ കീഴിൽ ഇത്തരത്തിലുള്ള ജെഫ്രി എപ്സ്റ്റീൻമാർ ധാരാളം ഇവിടെ ഉണ്ടെന്നുള്ളതിന് തെളിവ് തന്നെ ഇല്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ് നമ്മുടേതെങ്കിലും പ്രാദേശികമായിട്ടെങ്കിലും ഈ നിയമവാഴ്ച ലംഘിക്കപ്പെടുന്നുണ്ട്. അവിടെ മറ്റു പലരുടെയും ഇഷ്ടത്തിനൊത്താണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2026 ജെഫ്രി എപ്സ്റ്റീന്റെ കേസിൽ എപ്സ്റ്റീൻ ഫയലുകളിൽ നിന്ന് എങ്ങനെയാണോ ആ ബന്ധപ്പെട്ട 150ഓളം വരുന്ന പ്രമുഖർ രക്ഷപ്പെട്ടു പോയത്, അതുപോലെ തന്നെ സമാനമായ ആ സാഹചര്യത്തിൽ ഇവിടെ ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ
സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ പ്രമുഖരായ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്നത് സത്യം. കാരണം കേസുകൾ അട്ടിമറിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഉന്നാവോ സംഭവം തന്നെ എടുത്തു നോക്കിയാൽ മതി അല്ലെ. പ്രതിയെ രാഷ്ട്രീയമായിട്ട് സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്, അതായത് കുറ്റവാളിയെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്. കുറ്റവാളിയെ സംരക്ഷിച്ചാലേ അവർക്ക് കാര്യമുള്ളൂ. ഈ 4 വോട്ടിന് വേണ്ടി ഈ ഒരു പാവം സ്ത്രീയെ അല്ലെങ്കിൽ ആ കുട്ടിയെ അവരെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് നീതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഒരു കാര്യമില്ല, 1-2 വോട്ട് കിട്ടുമായിരിക്കും. പക്ഷെ അതല്ല അധികാര രാഷ്ട്രീയം. അതിനേതുവരെയും നമ്മൾ പോകും. ജെഫ്രി എപ്സ്റ്റീന് സ്വന്തമായൊരു ദ്വീപ് ഉണ്ടായിരുന്നു. ആ ദ്വീപിൽ ആരും കാണാതെ അയാൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ നാട്ടിലെ ആത്മീയ ആചാര്യന്മാരുടെ ആശ്രമങ്ങളുടെ ഉള്ളറകൾ ആർക്കെങ്കിലും കയറി പരിശോധിക്കാൻ പറ്റും? എല്ലാവരും, ഞാൻ ആരുടെയും ഒരാളുടെ പേര് പറയുന്നില്ല, ആണും പെണ്ണുമായി ഒരുപാട് ആൾദൈവങ്ങളും അല്ലാത്തവരും ഉണ്ട്. എന്നാൽ അതിന്റെ ഉള്ളറകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയും. അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുമോ? അങ്ങോട്ട് കടക്കാൻ പറ്റൂല. കാരണം അതിന്റെ ഉള്ളിൽ നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജെഫ്രി എപ്സ്റ്റീൻമാരുടെ രാജകീയ ഘോഷമാണ്. അവിടെ പോകുന്നത് ഈ പറഞ്ഞ പ്രമുഖരും തന്നെയാണ്. ആ പ്രമുഖരെ കാണുന്നതിനും അല്ലെങ്കിൽ പ്രമുഖരുമായി സംവദിക്കുന്നതിനുമാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് താല്പര്യം. ജനങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ജനങ്ങൾ വെറും കഴുതകളാണ്. പോയി കുത്തണ എന്ന് പറഞ്ഞാൽ പോയി കുത്തും. ചുരുക്കം പറഞ്ഞാൽ ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലും അതിൽ 150 ആൾക്കാരുടെ പേരും പുറത്തു വന്ന് അവരെയൊക്കെ രക്ഷപ്പെടുത്തിയുമൊക്കെ വലിയ ശ്രമം നടക്കുമ്പോൾ ഈ ഇന്ത്യയിലും സമാനമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കുറ്റവാളികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഭരണകൂടം തന്നെ, ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും തന്നെ, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും തന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരായ പാവപ്പെട്ടവർ പരാതിപ്പെടാൻ ഭയക്കൂലേ? പരാതിപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബത്തിൽ ചിലപ്പോൾ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് കസ്റ്റഡിയിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇരയെ തന്നെ വണ്ടിയിടിച്ച് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഭയമാണ്. പരാതി കൊടുക്കുന്നില്ല പലരും. നമ്മുടെ കേരളത്തിന്റെ ഈ ഇട്ടാവട്ടത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനെയും ജെഫ്രി എപ്സ്റ്റീൻമാരുടെ ലോകം നമ്മുടെ ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലാക്കണം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. പിന്നെ അടുത്ത ദിവസം ഒരുപക്ഷെ പുറം ലോകം കണ്ടെന്ന് വരില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു വശം. ഇനി ഒരു സാധുവിന്റെ കേസ് കോടതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് തന്നെ കരുതുക. ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ജെഫ്രി എപ്സ്റ്റീന്റെ ഒരു കേസ്, ഒരുത്തൻ പീഡിപ്പിച്ചു, ഇന്ത്യയിൽ ഒരു ജെഫ്രി എപ്സ്റ്റീൻ പീഡിപ്പിച്ചപ്പോ അല്ലെങ്കിൽ ഒരു കൂട്ടം പീഡിപ്പിച്ചപ്പോൾ ഒരു കേസ് കോടതിയിൽ വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജെഫ്രി എപ്സ്റ്റീൻമാരുടെ വക്കീലന്മാർ, അവർക്ക് വലിയ വക്കീലുണ്ട്, വലിയ പണക്കാരാണ് അവർ, സ്വാധീനമുള്ളവരാണ്. അവർ വലിയ സ്വാധീനമുള്ള വലിയ വക്കീലെ ലക്ഷങ്ങൾ കൊടുത്ത് കോടികൾ കൊടുത്ത് അവർ ഇറക്കി ആ കേസ് നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഈ സാധുക്കൾ എന്ത് ചെയ്യും? ആ സാധുക്കൾ കയറി ഇറങ്ങി മടുക്കും. കുറെ കഴിയുമ്പോൾ ഇനി എന്തായാലും സംഭവിച്ചു, ഇനി ഒന്നിനുമില്ല എന്നുള്ള തീരുമാനമെടുക്കും. ഇതിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവർ ജീവൻ ഒടുക്കിയെന്ന് വരാം. ഇനി അതല്ലെങ്കിൽ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്ന് വരാം. മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അവരെ കാണാതായി എന്നും വരാം. ഇതൊക്കെയാണല്ലോ നമ്മൾ നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് ധർമ്മസ്ഥല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കർണാടകയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ അത്തരത്തിൽ വിവാദം ഉണ്ടാക്കിയിരുന്നത്. ധർമ്മസ്ഥലയും ഇപ്പോൾ കേൾക്കാനില്ല, എല്ലാം മുങ്ങി. ഏതായാലും രാഷ്ട്രീയ ഇടപെടലുകൾ, വേണ്ടപ്പെട്ടവർക്ക് മേലുള്ള സ്വാധീനമുള്ളവർക്ക് മേലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അത് അവസാനിക്കണം. പിന്നെ അധികാരമുള്ളവരെ, ജനങ്ങൾ കൊടുത്ത അധികാരമാണ്, ജനങ്ങൾ കൊടുത്ത അധികാരം അത് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്ന സാഹചര്യം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മാറേണ്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അതായത് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരു പേരാണ്. ഒരു അമേരിക്കയിലെ ഒരു സാമ്പത്തിക ഒരു വലിയൊരു ആളാണ് എന്നുണ്ടെങ്കിൽ കുറെ പ്രമുഖരെ, പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കമുള്ള കുറെ എണ്ണത്തിനെ എണ്ണിച്ചിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജെഫ്രി എപ്സ്റ്റീൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ അവർ മുട്ടുപറിച്ചിരുന്നുണ്ടെങ്കിൽ, ഇവിടെ കുറെ ജെഫ്രി എപ്സ്റ്റീൻമാരുണ്ട്. ആ ജെഫ്രി എപ്സ്റ്റീൻമാരുടെ പേര് കേൾക്കുമ്പോൾ അധികാരസ്ഥാനിരിക്കുന്ന പലരുടെയും മുട്ടുപറിക്കും. കാരണം ഈ ജെഫ്രി എപ്സ്റ്റീൻമാരുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ അധികാരം കിട്ടൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് മാറി വരണമെന്നുണ്ടെങ്കിൽ എന്താണ് ജനം ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ജെഫ്രി എപ്സ്റ്റീൻ ഫയലും different angles. Don't forget to subscribe and support this channel.